കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ തൊടിയിലുള്ള മഞ്ഞൾ കൃഷി എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഞ്ഞളുടെ ഗുണങ്ങൾ എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. മഞ്ഞളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതും ശരീരത്തിൽ നല്ല ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മായം ചേർക്കാത്ത സാധനങ്ങളാണ്. അതായത് തൊടിയിൽ ഏതൊരു അന്തരീക്ഷത്തിലും, അതായത് മരത്തിൻ്റെ തണുപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെയിലാണെങ്കിൽ ശരി, അതിൻ്റെ ഒരു മരത്തിൻ്റെ കാനലാണെങ്കിൽ ശരി, അതൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ഈ മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ തൊടിയിലുള്ള മഞ്ഞൾ കൃഷി എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഞ്ഞളുടെ ഗുണങ്ങൾ എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. മഞ്ഞളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതും ശരീരത്തിൽ നല്ല ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മായം ചേർക്കാത്ത സാധനങ്ങളാണ്. അതായത് തൊടിയിൽ ഏതൊരു അന്തരീക്ഷത്തിലും, അതായത് മരത്തിൻ്റെ തണുപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെയിലാണെങ്കിൽ ശരി, അതിൻ്റെ ഒരു മരത്തിൻ്റെ കാനലാണെങ്കിൽ ശരി, അതൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ഈ മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ തൊടിയിലുള്ള മഞ്ഞൾ കൃഷി എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഞ്ഞളുടെ ഗുണങ്ങൾ എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. മഞ്ഞളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതും ശരീരത്തിൽ നല്ല ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മായം ചേർക്കാത്ത സാധനങ്ങളാണ്. അതായത് തൊടിയിൽ ഏതൊരു അന്തരീക്ഷത്തിലും, അതായത് മരത്തിൻ്റെ തണുപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെയിലാണെങ്കിൽ ശരി, അതിൻ്റെ ഒരു മരത്തിൻ്റെ കാനലാണെങ്കിൽ ശരി, അതൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ഈ മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.